തലയ്ക്കുമിടുപ്പിനും തുടയ്ക്കുമുണ്ടായ പരിക്കാണ് നഴ്സിംഗ് വിദ്യാർത്ഥി അമ്മു സജീവിന്റെ മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. തലച്ചോറിലും തലയോട്ടിയുടെ 2 ഭാഗങ്ങളിലും രക്തം വാർന്നിരുന്നു. ശ്വാസകോശത്തിന് താഴെയായി ചതവുണ്ടായി എന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ട്. ശശിനാരായണൻ നൽകും കൂടുതൽ വിവരങ്ങൾ. ശശിനാരായണൻ, എന്തൊക്കെയാണ് പ്രധാനമായും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്? ഭവ്യ, നഴ്സിംഗ് വിദ്യാർത്ഥി അമ്മു സജീവന്റെ മരണത്തിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. തലയ്ക്കും ഇടുപ്പിനും തുടയ്ക്കുമുണ്ടായ പരിക്കുകൾ കാരണമാണ് മരണമുണ്ടായെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത്. കൂടാതെ തലച്ചോറിനും തലയോട്ടിയുടെ 2 ഭാഗവും തകർന്ന് രക്തം വാർന്നതായും സൂചിപ്പിക്കുന്നു. വാരിയലുകൾക്ക് പൊട്ടലുണ്ട്. അത്തരത്തിലുള്ള വിവരങ്ങളാണ് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുള്ളത്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് വലിയ വിവാദമുണ്ടായ പശ്ചാത്തലത്തിലാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൂടി പുറത്തു വന്നിരിക്കുന്നത്. ഏതായാലും ഒരു വലിയ ഉയരത്തിൽ നിന്ന് താഴെ വീണ് സംഭവിച്ച മരണം എന്ന നിലയ്ക്കാണ് ഇതിന്റെ സൂചനകൾ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുള്ളത്. ആത്മഹത്യ എന്നൊരു നിഗമനത്തിലേക്ക് എത്താനുള്ള ഒരു കാരണം അത് തന്നെയാണ്. പക്ഷേ പോലീസ് ഇക്കാര്യത്തിൽ കൃത്യമായ ഒരു അന്വേഷണം നടത്തി ആണ് ഇത് സ്ഥിരീകരിക്കേണ്ടത്. എന്തായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഉയരത്തിൽ നിന്ന് ചാടി മരിച്ചതാണെന്നുള്ളതാണ് റിപ്പോർട്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ ഭാഗത്ത് വിവരിച്ചിട്ടുള്ളത്. മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ള ഏറെ വിവാദമുണ്ടായ ഒരു കേസാണിത്. കാരണം അമ്മു സജീവിനെ സഹപാഠികൾ മാനസികമായി പീഡിപ്പിച്ചതിന്റെ ഭാഗമായിട്ടാണ് അമ്മു സജീവ് ആത്മഹത്യ ചെയ്തു എന്നുള്ളതാണ് പ്രധാനമായുള്ള കുടുംബം ഉന്നയിക്കുന്ന ആരോപണം. അത് ശരിവെക്കുന്ന തരത്തിലേക്ക് ആത്മഹത്യയിലേക്ക് പോകാനുള്ള കാരണങ്ങൾ ഇത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് അമ്മു ഇത്തരം ഹോസ്റ്റൽ കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് ചാടി ആത്മഹത്യ എന്നുള്ളതാണ് നമുക്ക് ഈ റിപ്പോർട്ടുമായി സൂചിപ്പിക്കുമ്പോൾ ആത്മഹത്യ തന്നെയാണെന്നുള്ള നിഗമനത്തിലേക്ക് എത്താനുള്ള കാരണം. എന്തായാലും പോലീസ് ഇക്കാര്യം കൃത്യമായി അന്വേഷിച്ചിട്ട് ശേഷമായിരിക്കും അതിന് അന്തിമമായ ഒരു തീരുമാനം ഉണ്ടാകുക. മറ്റെന്തെങ്കിലും സാഹചര്യങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ടോ എന്നുള്ള കാര്യമാണ് പോലീസ് പ്രധാനമായും അന്വേഷിക്കുന്നത്. പത്തനംതിട്ട ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. 3 വിദ്യാർത്ഥികളെ ഇതുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യുകയും പിന്നീട് അവർ ജാമ്യത്തിലിറങ്ങുകയും ചെയ്തു. ഒപ്പം അധ്യാപകനെതിരെയും ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിക്കുന്നുണ്ട്. ആ പശ്ചാത്തലത്തിന്റെ സാഹചര്യത്തിലാണ് ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൂടി പുറത്തു വന്നിരിക്കുന്നത്. ശശിനാരായണനാണ് വിവരങ്ങൾ നൽകിയത്.